എന്താ എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, എത്ര നാളായി. അതെ, ഇവിടെ ഞാൻ നല്ല എക്സൈറ്റഡ്. ഇവിടെ ഒരാളുണ്ടേ, കുറച്ച് താടിയൊക്കെ വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട്. അന്ന് ഞങ്ങള് ലാസ്റ്റ് ഫിനാലേക്ക് കണ്ടതാ. പിന്നെ കണ്ടിട്ടേ ഇല്ല. എന്നെ ഇടയ്ക്ക് വാലുമാക്രി എന്നൊക്കെ വിളിക്കുമായിരുന്നു. വിളിക്കാൻ പറ. അയ്യോ വേണ്ട, വിളിക്കണ്ട. വാൽമാക്രിയല്ലേ, മെഗഡുവല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമല്ലേ മെഗഡു? എനിക്കത് സൂപ്പറായിട്ട് പോകുന്നു. അതിന്റെ കൂട്ടത്തിൽ എന്നെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ ആള് ഓൾറെഡി. എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഉങ്ങളുടെ പൊണ്ണ് എങ്കേന്ന് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. കാരണം അങ്ങനെയല്ലേ ആ പാട്ട് പോയത്. എന്താ കൊഞ്ച നേരം ഞാൻ വണ്ടിങ്ങനെ ഒക്കത്തിരുത്ത് പാടിയില്ലേ? ചോദിക്കും ഇതുപോലെ പോകുമ്പോ ആ പാട്ട് പാടും. പാടും അല്ലേ? അതില് ടൈറ്റിൽ കൊടുത്ത് തന്തയും മകളും. ആ തമിഴ്നാട്ടിൽ വരുമ്പോ ഉങ്ക പൊണ്ണെങ്ക കാണോ സോക്കിമാർക്കാളാ എന്നൊക്കെ ചോദിക്കുന്ന അടുത്ത്. അപ്പൊ അതെന്നോട് ഒരുമിച്ച് പാടിയില്ലേ? പിന്നെ ഞാൻ പറയാൻ വരുമായിരുന്നു, നമ്മള് ബഹ്റിനില്. ബഹ്റിൻ നല്ല രസമായിരുന്നു പ്രോഗ്രാം. അന്ന് പോയി എനിക്ക് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ അന്ന് ആ സമയം ഞാൻ തമിഴില് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ പാടിയിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ ഷോന്റെ ദിവസം തന്നെയാണ് അവിടെ എത്തിയത്. ബഹ്റിനിൽ എത്തി, ഉച്ചക്ക് എത്തി. ഉറങ്ങാന്ന് വിചാരിച്ച അപ്പൊ തന്നെ അവര് സൗണ്ട് ചെക്ക് പറഞ്ഞ് അവിടെ ചെന്ന് സൗണ്ട് ചെക്ക് പാടി. അപ്പൊ തന്നെ ഷോയും തുടങ്ങാറായി. അപ്പൊ ഉറങ്ങാൻ പറ്റിയില്ല. ഷോ തുടങ്ങി, നമ്മുടെ രണ്ടുപേരെയും ഡ്യുവറ്റ് പാടാൻ പറ്റി. അത് കഴിഞ്ഞപ്പോ ഞാന് ഓഫ്, ഒറ്റ ഉറക്കം. അത് കഴിഞ്ഞ ഉടനെ ഉറങ്ങി. അതുകൊണ്ട് ആ മെമ്മറി മറക്കില്ല. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ കുട്ടുമണി ഒന്നും സംസാരിക്കാതെ നിൽക്കുന്നതാണ്. അല്ല, ഗ്യാപ്പ് കിട്ടുന്നില്ല സംസാരിക്കാൻ. സുനാമി പോലെ പറഞ്ഞ അവനെ അടിച്ച് മാറ്റി. ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. അതെ, എപ്പോഴും ഞാൻ ഇവിടെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. ഇത്തവണ ഇവക്ക് ചാൻസ് കൊടുക്കാന്ന് ചാൻസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ ഞാൻ എന്റെ വാ അടച്ചു വെച്ചിട്ടൊന്നും ഇല്ല. നിന്റെ ടീം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചേ. I am calm but I have self defense. എടോ ചേച്ചി, I am calm but I have self defense എന്നാണ് അവന്റെ തീം. കാണുമ്പോഴത്തേക്കും കാമായിട്ട് തോന്നും, പക്ഷെ സെൽഫ് ഡിഫൻസ് ഒക്കെ ഉണ്ട്. മെഗഡു ഒന്ന് സൂക്ഷിച്ചോ, സെൽഫ് ഡിഫൻസ് ഉള്ള ആളാ. നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് വന്ന എല്ലാരെയും കണ്ടോ? ഓ, ഞാൻ കണ്ടു. ഹായ്. ബേബി ജീൻ ചേട്ടനെ കണ്ടോ? ആ, ഓക്കേ. നടുക്ക അല്ലേ? അല്ലല്ല, എന്റെ ഭാഗത്ത് ബേബി ജീനെ വെറുതെ വിടാൻ പാടില്ല കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, നമുക്കിപ്പോ ഒരു സംഭവം കേൾക്കണ്ടേ? ഞങ്ങൾക്ക് എന്തായാലും കേൾക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് എഴുതിയൊരു റാപ്പ് ഉണ്ട്. പാട്ടല്ല, റാപ്പാണ്. അപ്പൊ കുറച്ച് വരികൾ കൂട്ടി വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് പരിപാടി. സോ അത് എങ്ങനെയാണ് തുടങ്ങുന്നത്? അതായത് കുടിക്കണ കഞ്ഞിക്ക് വകയില്ലാണ്ടാണേലും കാലിന്റെ കീപ്പിട്ട് ജോർഡന്റെ മേളം, ചിമ്മിണി കത്തിച്ച് കാര്യങ്ങൾ നീക്കിയാലും കണ്ണിന്റെ മുമ്പിൽ അർമാണി മോഹം, ഉണ്ണുന്ന പിഞ്ഞാണം വാപ്പാടെ കാലത്ത് സ്നോട്ടിന് ചില്ലിന്റെ പ്ലേറ്റ് തന്നെ വേണം, ചത്തത് കൂടുള്ള കൂട്ടുകാരനാണേലും മരിപ്പിന് പോകുമ്പോ ബണ്ടാന വേണം, ബണ്ടാന 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 വേണം. ഇങ്ങനെയാണ് അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല്, ജീവിതത്തിന്റെ ഒരു ബുദ്ധിമുട്ടുകളും ആദർശങ്ങളും റെപ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു കുറച്ച് വരികളാണ്. ഇതെങ്ങനെയാണ് ഒരു സംഭവം ലോക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ്? How do you create it? ഇല്ല, ഇതില് നമ്മുടെ ആ ഒരു വളർന്നു വന്ന ഒരു സമയത്ത് കിട്ടുന്ന വാക്കുകൾ മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പം കുടിക്കണ കഞ്ഞിക്ക് വകയില്ലാണ്ടാണേലും കാലിന്റെ കീപ്പിട്ട് ജോർഡാന മേളം എന്ന് പറയുമ്പം ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മാനിഫെസ്റ്റേഷന്റെ കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇന്ന രീതിയിൽ എനിക്ക് ഇത് വേണം, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കണം, അതിന് ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് എൻ്റെ സെക്കൻഡ് ലൈനും, ഉണ്ണുന്ന പിഞ്ഞാണം വാപ്പാടെ കാലത്ത് സ്നോട്ടിന് ചില്ലിൻ്റെ പ്ലേറ്റ് തന്നെ വേണം. അപ്പം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ആ ഒരു ലക്ഷറിയുടെ അറ്റം വേണം, പക്ഷേ നോർമൽ ബേസിക് മീൽ കഴിക്കുന്നത് അച്ഛനപ്പൂപ്പന്മാരുടെ കാലത്തെ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നല്ല. അപ്പം അങ്ങനെ അങ്ങനെ ചേർത്ത് വെച്ചിട്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കണം. ഒരു മാനിഫെസ്റ്റേഷൻ. വെരി നൈസ്. അപ്പൊ എനിക്കറിയാം, പാട്ട് എനിക്കറിയാം. നാഗദേവനും നാദകന്യയും പ്രണയ തീരത്തെ പൂന്തിരകളിൽ. അപ്പൊ നന്നായിട്ട് പാടണേ. ഓക്കേ. ഓക്കേ.
നൈസ് നൈസ് നൈസ്. താങ്ക് യു. കുട്ടുമണി, എന്തോ so you're going to be awarded 98.75 on 100 today. താങ്ക് യു. സ്വപ്നത്തിൻ കാമുകനേ. ഇന്ന് ആരാണ് പെർഫോമർ ഓഫ് ദ ഡേ? കുട്ടുമണി. കുട്ടുമണി. It is going to Yes. കുട്ടുമണി. താങ്ക് യു. ശ്രീ ചേച്ചി ഒരു ചെറിയൊരു അവാർഡ് കൊടുക്കണം. സ്വപ്നത്തിൻ കാമുകനേ, ചിത്തിയിലെ മുത്താക്കി നുരയിടും മലയാഴിയിൽ. ഭയങ്കര ഞാനിങ്ങനെ അതിശയിച്ച് അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കാം. ഭഗവാനെ, മക്കൾ എന്ത് രസത്തിലാ പാടുന്നതെന്ന്. എവിടെയോ ആ ശബ്ദം പരിചയമുണ്ട് എനിക്ക്. എവിടെയോ പറ എവിടെയാ കേട്ടത്? പറ. സിനിമയിൽ ഏത് സിനിമയില് ആർക്ക് വേണ്ടി ഡബ് ചെയ്തത് കേട്ടു? ഒരു കാര്യം അറിയാം. ആ, കാവ്യ ചേച്ചിക്ക് വേണ്ടിട്ടാണ്. എന്താ ആയിഷ പറഞ്ഞേ? ഗസ് ചെയ്തതല്ലേ? ആ ഗസ് ചെയ്തതാ. അല്ല, കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തു. ഒരു സിനിമയുടെ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. അയ്യോ, ഡയലോഗ് ഒന്നും എനിക്കറിയില്ല, ഡയലോഗ് ഒന്നും ഓർമ്മയില്ല, കണ്ടുപോകത്തേ ഉള്ളൂ. ഏ ഒരു സിനിമയുടെ ഡയലോഗ് ഒന്നും ഓർമ്മയില്ലേ? ഇല്ല, പക്ഷെ ഒച്ച കേട്ടപ്പോ അവന് പെട്ടെന്ന് തോന്നി അത് ശരി. അങ്ങനെ കേട്ടുപരിചയം ഉണ്ടല്ലോ സൗണ്ട്. ഏതോ ഒരു ഡയലോഗ് പെട്ടെന്ന് ഞാൻ പറയാം. അത് ഏത് പടത്തിലാന്ന് പറയണം. അയ്യോ, ദേ അച്ഛാ, കായംകുളത്തെ കൊച്ചിനേട്ടം വന്ന് വീണിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് കായംകുളത്തെ കൊച്ചിനേട്ട വിശേഷം? പോട പറ്റി. അതേത് പടം പറ? മീശ മാത്രം. രണ്ടുപേരും പഴയ ശബ്ദം ഇപ്പോഴും പോയിട്ടില്ല. കുട്ടുമണിക്ക് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു.